വീണ്ടും വാർത്തകളിലേക്ക് വിശദമായി കടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം തള്ളിയാണ് ചൌധരി പ്രധാനമന്ത്രിയുടെ വീട്ടിലെത്തിയത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിർണായക കൂടിക്കാഴ്ചയായി മാറുകയാണിത്. വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ പങ്കുവയ്ക്കും. ശരത്ത്, ഈ പറഞ്ഞതുപോലെ നിർണായകമാവുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള ഈ കൂടിക്കാഴ്ച. എങ്ങനെ വിലയിരുത്താം ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ? വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ച എന്ന് തന്നെ പറയാം. കാരണം ഒരു കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ പാർലമെന്റിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന അധീർ രഞ്ജൻ ചൌധരിയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുമായി പ്രധാനമന്ത്രി നരേന്ദ്ര അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ബംഗാളിലെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമമാണ് ചർച്ചാ വിഷയം എന്നാണ് അധീർ രഞ്ജൻ ചൌധരി വ്യക്തമാക്കിയെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ ആശങ്കയോടെയാണ് ഈ കൂടിക്കാഴ്ചയെ കാണുന്നത്. കാരണം നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തരുത് എന്ന് വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി ചൌധരിയോട് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം തള്ളിയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വസതിയിലെത്തി പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയിട്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ച നടത്തുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഇത് വളരെ വലിയ ആശങ്കയും ആകുലതയും ഉണ്ട്. കാരണം 3 ദിവസത്തെ സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ച നടത്തുമ്പോഴാണ് അല്ലെങ്കിൽ സന്ദർശനം ബംഗാളിൽ നടത്തുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പ്രമുഖ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു രാഷ്ട്രീയമായ ഒരു വിഷയമായി തന്നെ കാണുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുകയാണ് അധീർ രഞ്ജൻ ചൌധരി. പാർലമെന്റിൽ അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട നിലയിലുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അധീർ രഞ്ജൻ ചൌധരിയുടെ ഈ കൂടിക്കാഴ്ചയെ രാഷ്ട്രീയമായി നോക്കിക്കാണേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ ബംഗാളിലെ ഒരു പുതിയൊരു നേതാവ് കൂടി BJPക്ക് ലഭിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും ശരത്ത്, അത് തന്നെയാണ്. ഇനി അത്തരമൊരു മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കാര്യം. ശരത് ലാലാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.